ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് വളരെ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. കാരണം പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും ഇല്ല. ഇന്നത്തെ ദിവസം എനിക്ക് 6 വ്ളോഗ്സ് എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കാണിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് എഡിറ്റിങ്ങിലോട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പം അതൊന്നും എനിക്ക് കാണിക്കേണ്ട പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞ് ലാഗടിപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. അപ്പം അച്ചുവിന് ഇന്ന് നൈറ്റ് ഉണ്ട്. അച്ചു കിടന്ന് ഉറങ്ങുന്നില്ല, കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ആദ്യത്തെ നൈറ്റ് ആയതുകൊണ്ട് അച്ചു അങ്ങനെ ആദ്യത്തെ നൈറ്റിലൊന്നും കാര്യമായിട്ട് അങ്ങനെ കിടന്നുറങ്ങത്തൊന്നുമില്ല. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് വന്നതുകൊണ്ട് ഞാൻ ഓർത്തു കടല ഒന്ന് വെള്ളത്തിലിടാമെന്ന്. കാരണം കടല ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഏകദേശം കുറച്ചേറെ മാസങ്ങളായി കേട്ടോ. പിന്നെ അപ്പത്തിന് അരച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. കാരണം നമ്മൾ ഈ 10 റിച്വൽസിലോട്ട് മാറിയ ശേഷം അപ്പത്തിന് ഇതുവരെ നമ്മൾ അരച്ചിട്ടൊന്നുമില്ല. അപ്പം പോലും നമ്മൾ ആ വീട്ടിലുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തുന്നത് പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അപ്പവും കടലക്കറി ആക്കിയാലോ എന്നുള്ളത് ആഗ്രഹമാണ്. നടക്കില്ലെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം സോർട്ട് ഔട്ട് ചെയ്യാം. ഇന്ന് ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത് മാക്ക് ആൻഡ് ചീസാണ്. അപ്പോൾ ഇത് അൽഡിന്ന് മേടിച്ചതാണ് കേട്ടോ. ഞാൻ വളരെ എക്സ്പെക്റ്റേഷനോടെ മേടിച്ചൊരു മാക്ക് ആൻഡ് ചീസ് ആയിരുന്നു. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം തെറ്റി. അത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പത്തിന് അരയ്ക്കാനുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ ഈസ്റ്റ് ആയിരുന്നു കലക്കി വെച്ചത്, അപ്പത്തിന് അരച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അപ്പത്തിന് അരയ്ക്കാനായിട്ട് പോകുന്നത് മിക്സിക്കകത്താണ് കേട്ടോ. മറ്റേ രീതിയിലാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്യാൻ നോക്കിയത്. പിന്നെ അതൊന്നും എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഓർത്തുന്നത് പിന്നെ മിക്സിക്കകത്ത് തന്നെ അരയ്ക്കാന്നുള്ളത്. ഞാൻ നേരത്തെ മിക്സിക്കകത്ത് അരച്ച് അപ്പം ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ആ ഒരു ധൈര്യത്തോടെയാണ് ഈ പ്രാവശ്യം മിക്സിക്കകത്തിട്ട് അരയ്ക്കുന്നത്. അങ്ങനെ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊങ്ങാൻ വേണ്ടി മാത്രം നോക്കിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ 2-3 മണിക്കൂർ ഇതിങ്ങനെ വെച്ചപ്പോൾ പൊങ്ങിയൊന്നും വന്നില്ല. പിന്നെ ഞാൻ ഡയറക്റ്റായിട്ട് അത് ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അറിയാം പൊങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ബാക്കി പരിപാടിയിലോട്ട് പോവാം. അപ്പോൾ ഷുഗറൊക്കെ തീർന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഷുഗറെല്ലാം ഒന്ന് റീഫിൽ ചെയ്ത് വെക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ മേടിച്ച ഷുഗർ ഫുള്ള് ഫ്ലോപ്പായിരുന്നു കേട്ടോ. അത് നല്ല രീതിയിൽ ഫൈൻ പൗഡേർഡ് ഷുഗർ ആയിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ഷുഗർ ഇഷ്ടമേ അല്ല. അങ്ങനെ അതൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചേറെ പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളെല്ലാം കഴുകി ഒരുവിധം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടിയും കൂടി കഴിഞ്ഞു. പിന്നെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സൂത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് അത് വേറൊന്നുമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ചോക്ലേറ്റ് ബ്രൗണി. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എടുത്തേക്കുന്ന ബ്രാൻഡ് കാഡ്ബറിയുടെയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ വേറെ 2 ബ്രാൻഡ്സിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ 2 ബ്രാൻഡ്സിൻ്റെയും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ആ 2 ഞാൻ അൽഡിന്നാണ് മേടിച്ചത്. ഈ ഒരു കാഡ്ബറിയുടെ ഞാൻ അസ്തേനാണ് കേട്ടോ മേടിച്ചത്. അപ്പം ഇത് ഞാൻ വലിയ എക്സ്പെക്റ്റേഷനോടെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഉണ്ടാക്കി വന്നത് വരെ കുഴപ്പമൊന്നും. കേക്ക് അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പൊടിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്കറിയത്തില്ല എവിടെ ഫ്ലോപ്പ് ആയിട്ടുള്ളതെന്നുള്ളത്. പക്ഷേ കേക്ക് നല്ല രീതിയിൽ ബേക്കായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെ ഇത് ഫ്ലോപ്പ് ആയെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി ഇൻഗ്രീഡിയൻസിന്റെ അളവ് വല്ല തെറ്റിതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും സംഗതി കയ്യിലൊക്കെ വിട്ട് പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു മിക്സിനകത്ത് ചോക്കോ ചിപ്സ് ഇല്ല കേട്ടോ. അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യായിരുന്നു. ഞാൻ ആദ്യം ഓർത്ത് ചോക്കോ ചിപ്സ് ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ മിക്സിനകത്തും ഇല്ലായിരുന്നു. ഞാൻ ഇളക്കിയപ്പോഴും എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല. അപ്പം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചോക്കോ ചിപ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ആഡ് ചെയ്യുന്ന ചോക്കോ ചിപ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും അടിയിലോട്ടാണ് പോകുന്നത്. അത് മുകളിലോട്ട് അങ്ങനെ അങ്ങ് ഇരിക്കത്തൊന്നുമില്ല. അപ്പോൾ ആ ഒരു കുഞ്ഞ് പ്രശ്നമുണ്ട് അതിന്. അപ്പോൾ അതൊരു സൈഡിൽ ഞാൻ ആക്കിയ ശേഷം എയർ ഫ്രയറിനകത്ത് ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഏകദേശം സമയം ഒരു 2:30 ആയിട്ടുണ്ട്. അച്ചു എണീറ്റ് വരാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അച്ചു എണീറ്റ് വരുമ്പോഴത്തേക്കും പറയും ഫുഡില്ലേ എന്നുള്ളത്. അപ്പോൾ അച്ചുവിന് ഇന്ന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ചിക്കനും മറ്റ് ഗാർലിക് ബ്രെഡും കൂടി ഉണ്ടാക്കി കൊടുക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ ചെടിക്കൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചെടി അത്യാവശ്യം നല്ല രീതിയിൽ വാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഒരു അരമണിക്കൂറോടും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബ്രൗണി സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ കേക്ക് ടെസ്റ്റർ വെച്ചിട്ട് കുത്തിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. പക്ഷേ മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെയായിരുന്നു വന്നത്. ഇത് പക്ഷേ ഒരു പെർഫെക്റ്റ് പീസായിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒരു ബോക്സിനകത്ത് പൊടിഞ്ഞൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത്. അങ്ങനെ എല്ലാം സെറ്റായി സന്ധ്യയൊക്കെ കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചു. അച്ചു ഡ്യൂട്ടിക്ക് പോയി. ഞാൻ ഇനി പ്രാർത്ഥിച്ചിട്ട് തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാനായിട്ടുണ്ട്. പിന്നെ ഈ അലക്കിയിട്ട തുണിയെല്ലാം ഒന്ന് മടക്കിയിടാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം ഒന്ന് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ വ്ളോഗ് എഡിറ്റിങ്ങിലോട്ട് കയറാനായിട്ട് പറ്റും. പിന്നെ ഞാൻ വ്ളോഗ് എഡിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ വേറെ ഒരു കാര്യത്തിനകത്തും ശ്രദ്ധിക്കത്തില്ല. കാരണം എനിക്ക് അതിനകത്ത് ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കണം. പിന്നെ വ്ളോഗ്സ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഷോർട്സും കൂടി എഡിറ്റ് ചെയ്യണമല്ലോ. അപ്പം ഇരട്ടി പണിയാണ്. അപ്പം ഞാൻ ഇനി എൻ്റെ പണി ചെയ്യട്ടെ. നാളെ ഞാൻ വേറൊരു വ്ളോഗുമായിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് സൈനിങ് ഓഫ്.